ഷാരോൺ പനിനീർപ്പൂവേ, നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിയിടുമേ. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 18:2 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. ദൈവികമായ വാഗ്ദത്തങ്ങളും ദൈവികമായ ഉടമ്പടികളും ഉള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ സന്ദർശനങ്ങൾ, വിസിറ്റേഷൻസ് ഉണ്ടാകും. ആമേൻ. നിങ്ങളോട് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ മാത്രമല്ല, വാഗ്ദത്തങ്ങൾ മാത്രമല്ല, കുറേ വചനങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ ദൈവം വരും. ആമേൻ. അബ്രഹാമിനോട് ദൈവ വാഗ്ദത്തങ്ങൾ പറഞ്ഞുവെങ്കിലും ദൈവത്തെ ഭാഗം ശ്രദ്ധിക്കുന്നു. അവനെ കാണാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്നിരിക്കുക. 3 പേരും വന്നിരിക്കും. എന്തൊരു മനോഹരമല്ലേ. ആമേൻ. ഇന്ന് ഈ വചനം പറയുമ്പോൾ വാഗ്ദത്തമുള്ള നിന്റെ ജീവിതത്തിൽ എൻകൗണ്ടറുകൾ നടക്കും, ആമേൻ. വിസിറ്റേഷൻസ് നടക്കും. ആമേൻ. ദൈവം നിങ്ങളോട് നേരിട്ട് വന്ന് കുറേ സംസാരിക്കുകയും കുറേ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സമയങ്ങൾ തിരിയുകയാണ്. ആമേൻ. ദൈവികമായ സന്ദർശനങ്ങൾ നിനക്കുണ്ടാകുമെന്ന് കർത്താവ് ഇന്ന് പറയുന്നു. നീ കർത്താവിനെ കാണാൻ പോവുക. ആമേൻ. കർത്താവ് നിന്നോട് മിണ്ടാൻ പോവുക. കർത്താവിൻ്റെ സ്പർശനം മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിനക്കുണ്ടാകാൻ പോവുക. ആമേൻ. ചില ദൈവികമായ സന്ദർശനങ്ങൾ നിനക്ക് ലഭിക്കാൻ പോവുക. ദൈവത്തിൻ്റെ ആഴമേറിയ ചില സന്ദർശനങ്ങളും എൻകൗണ്ടറുകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കാൻ പോവുക. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു വിസിറ്റേഷൻ ഉണ്ടാകണമേ. അമ്മേ, അങ്ങനെയാണെങ്കിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്നതുപോലെ നിന്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരും. അമ്മേ, സ്തോത്രം. ചിലത് നീ കാണും, ചിലത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ആമേൻ. ദൈവം നിന്റെ കൂടെ വരികയും നിന്നോട് കൂടെ ഇരിക്കുകയും നിന്റെ കുടുംബത്തിൽ വരികയും നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ചില അനുഭവങ്ങൾ നിനക്കുണ്ടാകാൻ പോയ മറ്റാർക്കുമില്ലാത്ത ചില ഡിവൈൻ എക്സ്പീരിയൻസുകൾ ദൈവം നിങ്ങൾക്ക് തരും. വിരസമായ ആത്മീയ ജീവിതം നയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അലസമായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ഊർജപ്പെടുത്തുന്ന, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ തീവ്രമാക്കുന്ന, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും പ്രകാശപൂരിതമാക്കുന്ന, ആവേശഭരിതമാക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുകയാണ്. ചെറുതൊന്നും പ്രതീക്ഷിക്കരുത്, വലിയത് പ്രതീക്ഷിക്കുക. ദൈവദൂതന്മാരൊക്കെ വരും, സത്യമാണ്. പക്ഷെ അതിനേക്കാൾ വലുത് പ്രതീക്ഷിക്കുക. ആ പത്മോസിൽ യോഹന്നാന്റെ അടുക്കൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി മാറത്ത് പൊൻകച്ച കെട്ടി നിലവിളക്കിട മേൽ നിലയങ്കി ധരിച്ച് ദൈവം ഇറങ്ങി വന്നതുപോലെ വലിയ ചിലത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവം ചെയ്യാൻ പോകുന്നു. യെസ്, കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, ഒരു ദൈവിക സന്ദർശനം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവം നൽകാൻ പോകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് യേശുവിന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ചില സന്ദർശനങ്ങൾ നൽകുവാൻ പോകുന്നതിന് സ്തോത്രം പിതാവേ. പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും അങ്ങയുടെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എൻകൗണ്ടറുകൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, അവർക്ക് മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ചില ഹെവൻലി വിസിറ്റേഷൻസ് ഉണ്ടാവട്ടെ, ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഡിവൈൻ എക്സ്പീരിയൻസുകൾ, ഡിവൈൻ വിസിറ്റേഷൻസുകൾ ഇവർക്കുണ്ടാകട്ടെ. ഇവരുടെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും തീവ്രമായി തീരേണ്ട ചില ആത്മീയ അനുഭവങ്ങൾ അവർക്കുണ്ടാകട്ടെ. നല്ല സ്വപ്നങ്ങളും നല്ല ദർശനങ്ങളും നല്ല ദൂതുകളും മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചില ദൈവികമായ എൻകൗണ്ടറുകളും വിസിറ്റേഷൻസുകളും അവർക്ക് കർത്താവ് കൊടുത്ത് അവരെ അഗ്നിയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മാന്യവുമാകണമേ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവർ കാണട്ടെ കർത്താവിനെ, അവർ കർത്താവുമായി മിണ്ടട്ടെ, അവർ ഈ ഭൂമിയിൽ അത്ഭുത വിഷയമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.